ആൾക്കാരും ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, ഈ OCPs കഴിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്ന്. കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ അത്ര പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളിപ്പോൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലും ഒരു റീസെൻ്റ് ആയിട്ട്, അതായത് ഉടനെ ഒരു ബ്രസ്റ്റ് ക്യാൻസറുടെ റൈസ് കുറച്ച് കൂടിയാലും പിന്നെ അത് കുറയും. അതുകൊണ്ട് കോൺട്രവേഴ്സ്യലാണ് ഈ സ്റ്റഡീസിൻ്റെ കേസിൽ. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള ഒരാൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഫാമിലിയിൽ ഒരാൾക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഫാമിലി ഹിസ്റ്ററി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. നമ്മളിപ്പോൾ ആഞ്ചലീന ജോളിയുടെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ആഞ്ചലീന ജോളി ഇപ്പോൾ BRCA എന്ന് പറഞ്ഞൊരു ജീൻ മ്യൂട്ടേറ്റഡ് ആയിരുന്നു ആഞ്ചലീന ജോളിക്ക്. അപ്പം ദിസ് ഇസ് എ ജീൻ ദാറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ എവരിബഡി. പക്ഷേ ഈ BRCA മ്യൂട്ടേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഇൻറ്റൻസീവ്. നമ്മളിപ്പം ഈ മാമോഗ്രാം നമുക്ക് ജനറൽ പ്രിവെൻഷനാണ്. പക്ഷേ BRCA പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ക്രീനിങ് കാര്യങ്ങളുണ്ട്. പിന്നെ BRCA മാത്രമല്ല, വേറെ മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുത്ത്, അതാണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും, പല ആൾക്കാരും OPയിൽ വരും. പല ആൾക്കാർ OPയിൽ വന്നിട്ട് ഡോക്ടർ എൻ്റെ അമ്മൂമ്മയുടെ കുഞ്ഞമ്മയ്ക്ക് ക്യാൻസർ വന്നു, ഞാൻ ചെയ്യണോ? അങ്ങനെയല്ല. നമ്മൾ ഫാമിലി ഹിസ്റ്ററി പ്രോപ്പറായിട്ട് എടുത്തതിന് ശേഷം ഏത് ക്യാൻസറാണ് വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി ജനറ്റിക് കൗൺസിലിങ്ങിന് ശേഷം ഈ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.